ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലോട്ട് കയറി ചായ ഇടാനുള്ള പരിപാടിയിലാണ്. ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഞ്ഞിയും കൂടെ വെക്കണം കേട്ടോ. ചായ ഇടുമ്പോൾ ഇഞ്ചി ചായയാണ് കേട്ടോ ഇവിടെ ഇടുന്നത്. ചേട്ടന് ഇഞ്ചി ചായ ഭയങ്കര ഇഷ്ടമാണ്. അത് കുടിച്ച് നോക്കിയപ്പോൾ എനിക്കും ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അന്ന് തൊട്ടേ ഇഞ്ചി ചായയാണ് ഇവിടെ ഇട്ട് തുടങ്ങുന്നത്. നോർമൽ ചായയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഞ്ചി ചായ നല്ല ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വരുവാണെന്നുള്ളത് ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ. ഞാൻ ഇത്രയും നാളും എൻ്റെ വീഡിയോസ് എല്ലാം എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഹസ്ബൻഡ് ലീവിന് വന്നതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചേട്ടൻ ലീവിന് വരുമ്പോൾ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അല്ലാത്ത സമയങ്ങളെല്ലാം വീട് അടച്ചിട്ടേക്കുവാണ് ചെയ്യുന്നത്. വർഷത്തിൽ 1-2 മാസമൊക്കെയാണ് ഈ വീട്ടിൽ വന്ന് നിൽക്കാറുള്ളത്. ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എല്ലാം അടച്ചിട്ടിട്ട് പോവും. പിന്നെ അടുത്ത ലീവ് വരുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്ന് താമസിക്കുന്നത്. ചായ ഇട്ടതിന് ശേഷം പിന്നെ അരി അടുപ്പിൽ കഴുകി വെച്ചു. അത് ഞാൻ ചൂടാറപ്പെട്ടി ഉണ്ടല്ലോ, നമ്മുടെ ചൈന പോട്ട്, അതിനകത്തേക്കാണ് വെച്ചേക്കുന്നത്. എനിക്ക് അതാണ് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. അതിനുശേഷം പിന്നെ കുറച്ച് പൊടിയരി വെച്ച് കഞ്ഞി ഉണ്ടാക്കി. മോൾക്ക് പൊടിയരി കഞ്ഞിയാണ് ഞാൻ എന്നും രാവിലെ കൊടുക്കാറ്. അതുപോലെ തന്നെ ഇന്നും പൊടിയരി കഞ്ഞി റെഡിയാക്കുന്നുണ്ട്. ഇത് പുനലൂർ കാര്യറ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ പേപ്പർ മില്ല്, പുനലൂരുള്ള പേപ്പർ മില്ലിൻ്റെ റൂട്ടാണ്. കഞ്ഞിയൊക്കെ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പാറും ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയ ചോറിനും കൂടെ നമുക്ക് എടുക്കാമല്ലോ. ചേട്ടന് കൂടുതലും നാടൻ ഫുഡിനോടാണ് ക്രേസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാൽ കൂടുതലും നാടൻ ഫുഡാണ് ഉണ്ടാക്കാറ്. സാമ്പാറെല്ലാം റെഡിയാക്കി അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ട് കിച്ചടി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും കട്ട് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ട് പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കുവാണ്. പിന്നെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ചൂടാക്കാമെന്ന് കരുതി. അപ്പോഴേക്കും കിച്ചടിയുടെ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിന് അരപ്പ് റെഡിയാക്കി അത് അരച്ചും എടുത്തിട്ട് കടുക് വറുത്ത് തൈരും ചേർത്തെടുത്തു. എനിക്ക് മോക്കും ചേട്ടനൊക്കെ പച്ചടിയും കിച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഒഴിക്കാൻ എന്നും ഒരു കറി മസ്റ്റാണ്. അത് സാമ്പാറോ പുളിശ്ശേരിയോ രസമോ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ചോറ് കഴിക്കാനായിട്ട്. അത് എനിക്കും അങ്ങനെ, മോക്കും അതാ, ഹസ്ബൻഡിനും അങ്ങനെ, എല്ലാവർക്കും അങ്ങനെ. അപ്പോൾ പിന്നെ ഡെയിലി എന്തെങ്കിലും ഒരു കറി ഒഴിക്കാനായിട്ട് വെച്ചേ പറ്റത്തുള്ളൂ. കിച്ചടി ഉണ്ടാക്കുമ്പോൾ സാധാരണ അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. പക്ഷേ ഞാൻ അബദ്ധത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് പോയി. അതെനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതില്ല. പക്ഷേ എങ്കിലും ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും വന്നില്ല. പക്ഷേ കളറിനൊരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ താമസിക്കാറില്ലാത്തത് കൊണ്ട് വീടും പരിസരവും എല്ലാം നന്നായിട്ട് കാട് കയറി കിടക്കുമായിരിക്കും. അപ്പോൾ വന്നിട്ട് താമസിക്കുന്ന സമയത്താണ് പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഒരു 2-3 ദിവസത്തേക്ക് എന്തായാലും ഹസ്ബൻഡിന് നല്ല പണിയാണ്. ദോശ ചുടാനായിട്ട് മാവെടുത്തപ്പോഴേക്കും അത് നന്നായിട്ട് പൊന്തി ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ അവിടെ മൊത്തത്തിൽ വീണേനെ. ഭാഗ്യത്തിന് പുളിച്ചൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് പാകത്തിനായി തന്നെ ഇരുന്ന്. അപ്പോൾ ഞാൻ ആ സമയത്തേക്ക് പിന്നെ ദോശയങ്ങ് ചുട്ടെടുത്തു. കാപ്പി കുടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ മോൾക്ക് രാവിലെ കഞ്ഞി അടിച്ചു കൊടുത്തു. അങ്ങനെ അതൊരു സമാധാനമുണ്ട്. പിന്നെ നമുക്ക് വിശക്കുന്ന സമയത്തേക്ക് മാത്രം കാപ്പി ഉണ്ടാക്കുമ്പോൾ മോൾക്കും കൂടെ കൊടുക്കും. പിന്നെ സാമ്പാറിനുള്ള ചേരുവകളെല്ലാം ചേർത്ത് താളിച്ച് ചേർക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴത്തേക്കും തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് കുക്കറിൽ വിസിലിട്ടിരിക്കുമായിരുന്നു. ദോശയും സാമ്പാറൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വിഭവമല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് എന്നും മാറി മാറി തന്നെ ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ദോശയും സാമ്പാറും ഉണ്ടാക്കുന്നത്. അല്ലാതെ എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ഇടിയപ്പം മാത്രമാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ അവിയലിനരച്ച് അതും റെഡിയാക്കി അടുപ്പിൽ വെച്ചു. അവിയലും സെറ്റാക്കി വെച്ചു. ഇത് പെട്ടെന്ന് തന്നെ ജോലികൾ തീർത്തിട്ട് നമുക്ക് ക്യാൻറ്റീനിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെപ്രാളപ്പെട്ട് എല്ലാം ചെയ്യുന്നത്. അവിടെ പോയാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ മടി കാരണം ഞാൻ പോകാറില്ല. ചേട്ടൻ വരുമ്പോൾ മാത്രമാണ് അങ്ങോട്ടേക്ക് പോകാറ്. 12 മണിയായപ്പോഴേക്കുമായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പം ബ്രേക്ക് ടൈം ആയിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴേക്കും അവർ ക്ലോസ് ചെയ്തിട്ട് ലഞ്ച് ബ്രേക്കിന് പോയി. പിന്നെ ഞങ്ങളവിടെ വിശന്നിരുന്നു. പിന്നെ അവസാനം പോയി ജ്യൂസ് അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം വേവിച്ച് വെച്ചിട്ട് പോയതുകൊണ്ട് പുറത്ത് പോയി കഴിക്കാനും പറ്റത്തില്ലല്ലോ. അത് പിന്നെ ആര് കഴിക്കാനാ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ചിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് ക്യാൻറ്റീൻ തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് സാധനങ്ങളും എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.